അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് തൃശൂർ കേരള പോലീസ് അക്കാദമിയിൽ നടന്നു. 13ാമത് ബാച്ചിലെ 33 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. ഗതാഗത വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ആന്റണി രാജു മുഖ്യാതിഥിയായി കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. ജനസംഖ്യാനുപാതികമായി വാഹനങ്ങളുടെ വർധനവുണ്ടാകുന്ന സാഹചര്യത്തിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ ഉത്തരവാദിത്തം കൂടുന്നുവെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പിന്റെ സഹോദര സ്ഥാപനമായ IDTRൽ നിന്ന് പ്രായോഗിക പരിശീലനം കിട്ടി പുറത്തിറങ്ങുന്ന ആദ്യ ബാച്ചാണിതെന്ന് ആന്റണി രാജു പറഞ്ഞു. റോഡുകളിൽ സ്ഥാപിച്ച ക്യാമറകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് റോഡപകടങ്ങൾ കുറയ്ക്കാൻ മോട്ടോർ വാഹന വകുപ്പും റോഡ് സുരക്ഷാ അതോറിറ്റിയും ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മോട്ടോർ വാഹന വകുപ്പിന്റെ സഹോദര സ്ഥാപനമായ IDTRൽ പ്രായോഗിക പരിശീലനം ഉൾപ്പെടെ ലഭിക്കുകയും ആധുനിക സാങ്കേതിക കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകമായ പ്രായോഗിക പരിശീലനം കൂടി നേടി എന്നത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ ചരിത്രത്തിലെ ആ സംവിധാനം, ആ സൗകര്യം, ആ അനുഭവം നേടാൻ കഴിഞ്ഞ ആദ്യത്തെ ബാച്ചാണ് നിങ്ങളുടേതെന്നുള്ളത് ഈ ബാച്ചിന്റെ ഒരു പ്രത്യേകതയാണ്. മോട്ടോർ വാഹന വകുപ്പിലെയും പോലീസിലെയും ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സന്നിഹിതരായി. 2022 നവംബർ 13 കേരള പോലീസ് അക്കാദമിയിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ അടിസ്ഥാന പരിശീലനത്തിന് തുടക്കം കുറിച്ചത്. 90 ദിവസമായിരുന്നു പരിശീലന കാലയളവ്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.